ഫൈനൽ വിസൽ മുഴങ്ങുന്നതിന് മുന്നേ മത്സരിക്കുന്ന വിദ്യാർത്ഥിയുടെ കാഴ്ച പൂർണ്ണമായും മൂടുന്നു. പിന്നെ താരത്തിന്റെ കണ്ണാകുന്നത് കൂടെയോടുന്ന ഗേറ്റ് റണ്ണർമാരാണ്. രണ്ടുപേരുടെയും ഉള്ളിൽ സമ്മർദ്ദമുയരുകയാണ്. രണ്ടുപേരുടെയും താളം ഒന്നാകണം, വേഗതയും. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ വിജയിച്ചത് ഇന്ന് 12 വയസ്സ് തികയുന്ന ആദർശ് എംഡിയാണ്. ആദർശിന് പിറന്നാൾ ദിനത്തിലെ സ്വർണ്ണ മെഡൽ സമ്മാനത്തിന് സഹായിയായത് മുഹമ്മദ് അസ്ലവും. വീഴാറ്റം കയറ്റം കൺട്രോൾ ചെയ്യല്ലോ, അപ്പോ വലിയ പേടുന്നില്ല. ഞാൻ എന്റെ സ്പീഡിൽ ഓടി ഏട്ടൻ എന്റെ പിന്നാലെ ഓടി. ഇന്നലെ ഷാള് വെച്ച് കെട്ടി കുറെ നേരം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നേരം ഫസ്റ്റ് ആദ്യം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓടുമ്പോൾ. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു അവൻ്റെ സ്പീഡിൽ ഓടും മോനെ എന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ സ്പീഡിൽ കുറച്ച് ബാക്കിലായിട്ട് ഓടാൻ പറഞ്ഞു സാർ. അങ്ങനെ അവൻ്റെ ബാക്കിൽ ഓടി. അവനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഓർഡറാ പറഞ്ഞ് അങ്ങനെ കയറ്റി വിട്ടു. പാലക്കാട് GHSS മുതലമട സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അനുഷ്ക ഇത്തവണ തിരുവനന്തപുരത്ത് എത്തിയത് മത്സരിക്കാനല്ല. തുടർച്ചയായി 2ാം തവണയും 100 മീറ്ററിൽ വിജയം നേടിയ അനുഷയ്ക്ക് ഗൈഡായി മാത്രമാണ്. സന്തോഷമുണ്ട്. ടീച്ചേഴ്സിന്റെയും സാറുമാരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര ദൂരം എത്താൻ കഴിഞ്ഞത്. അവര് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ഒരുപാട് നന്ദി. അവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എൻ്റെ വിജയം. അവര് സൈഡ് പോകും, ഇല്ലെങ്കിൽ സൈഡ് വരും. അപ്പം പറഞ്ഞു കൊടുത്താൽ നേരെ വരും. ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങോട്ട് പോയി വെച്ചാൽ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയും. ഇൻക്ലൂസീവ് മത്സരങ്ങളിൽ ഗേറ്റ് റണ്ണർമാരുടെ പ്രാധാന്യം എന്താണ്? ഇവര് നമ്മൾ പാത വളഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ കറക്റ്റായിട്ട് ദിശയിലല്ലായിരിക്കാം ചിലപ്പോൾ പോകുന്നുണ്ടാവുക മറ്റേ കുട്ടി, ബ്ലൈൻഡ് ആയ കുട്ടി. അപ്പോൾ ഇവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക എന്നതാണ് ഒരു ഗൈഡ് റണ്ണറുടെ ഡ്യൂട്ടി. ട്രാക്കിൽ അത്ലറ്റുകളുടെ കണ്ണാണ് ഗേറ്റ് റണ്ണർമാർ. വിജയത്തിനായി ഇരുമെയിൽ ഒരു മനസ്സോടെ ഇറങ്ങുന്നവർ. അതുകൊണ്ട് തന്നെ വിജയത്തിന് ഇരട്ടി മധുരവും. തിരുവനന്തപുരത്ത് നിന്ന് ദീപക് ജേക്കബിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.